ഹലോ, നമുക്കിന്ന് തനുവിൻ്റെ ലഞ്ച് ബോക്സ് പാക്കിംഗ് വീഡിയോ കണ്ടാലോ? അപ്പോൾ തനുവിന് വേണ്ടി വാങ്ങിയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് സ്പൂണും ഫോർക്കൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇത് ഞാൻ സ്കൂളിലേക്ക് തനുവിന് കൊടുത്ത് വെച്ചില്ല, കാരണം അത് തനുവിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചു. സ്പൂണൊക്കെ എടുക്കാനും പിന്നെ അത് തിരിച്ചതേപോലെ തന്നെ വെക്കാനും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടായാലും വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ഇയറിൽ എന്തായാലും തനുവിന് ഇത് കൊടുത്തേക്കാന്ന് വെച്ചിട്ട് ഇതെടുത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് ഇപ്പോൾ തനുവിന് അതേപോലെ നമ്മുടെ സാധാ ചോറും പാത്രവും കറിപ്പാത്രം അങ്ങനെ സ്നാക്സ് ബോക്സ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ട് ഇപ്പോൾ അതിലാണ് കേട്ടോ തനു ഫുഡ് കൊണ്ടുപോകുന്നത്. അപ്പോൾ തനു ഇപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു പാത്രങ്ങളിലാണ് കേട്ടോ. അപ്പോൾ സാധാ ഒരു ചോറും പാത്രമുണ്ട്, കറിപ്പാത്രമുണ്ട്, പിന്നെ 2 സ്നാക്സ് ബോക്സ് ഉണ്ട്. അത് രാവിലെ ഒരു 11 മണി നേരത്തും പിന്നെ വൈകിട്ട് ഒരു 3 മണി നേരത്തും കഴിക്കാനായിട്ട്. പിന്നെ സ്പൂൺ എന്തായാലും വേണം. പിന്നെ നമ്മൾ എന്തെങ്കിലും പപ്പടമോ മുട്ടയൊക്കെ എക്സ്ട്രാ വയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഇടാനായിട്ടൊരു പാത്രം കൂടി. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് കേട്ടോ അപ്പോൾ തനു സ്കൂളിലേക്ക് ഫുഡ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറയുന്നത് ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റ് തനുവിന് നല്ല ഇഷ്ടമാണ്. പച്ചയ്ക്ക് കഴിക്കാനായാലും സാലഡ് ഉണ്ടാക്കി കഴിക്കാനായാലും കറി വെച്ച് കഴിക്കാനായാലും ഒക്കെ ക്യാരറ്റ് തനുവിന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ തനുവിന് മാത്രമായിട്ട് അധികം എരിവൊന്നും ഇല്ലാതെ ക്യാരറ്റ് ഉപ്പേരി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നാടൻ കോഴിമുട്ടയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ കോഴി വളർത്തുന്നുണ്ട്. അപ്പോൾ നാടൻ കോഴിയാണ്. അപ്പോൾ അതിൻ്റെ മുട്ട പൊരിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുട്ടയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. തനുവിന് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുണ്ട്. പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയും കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഉപ്പും മുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാ മുട്ടയൊക്കെയാണ്, കടയിൽ നിന്നൊക്കെ പിടിക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും വെളിച്ചെണ്ണയിൽ. പക്ഷേ ഇത് നാടൻ മുട്ട ആയതുകൊണ്ട് ഇതിൽ മഞ്ഞൾപ്പൊടി ഇടൊന്നും ആവശ്യമില്ല, നല്ല മഞ്ഞ കളറൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ മുട്ട പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. പിന്നെ ഞാനിത് ഇവിടെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നേരം, അതായത് 11 മണിക്കോ 3 മണിക്കോ 2 സമയത്താണ് തനു സ്നാക്സ് കഴിക്കുക. അപ്പോൾ അതിൽ ഒരു നേരം കഴിക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നേന്ത്രപ്പഴം മട്ടനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് എളുപ്പത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് മട്ടനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്നാക്സ് ബോക്സിൽ ഞാൻ ചക്ക വറുത്തതാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ചക്ക വറുത്തതാണ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് സ്നാക്സ് ആയിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ വാട്ടർ ബോട്ടിൽ വെള്ളം ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല തിളപ്പിച്ച വെള്ളമാണ്. അപ്പോൾ അതൊന്ന് ചൂടാറാനായിട്ട് ഒരു കിണത്തിൽ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ തൻ്റെ ഇന്നത്തെ ഫുഡ്. ചോറുണ്ട്, ക്യാരറ്റ് ഉപ്പേരിയുണ്ട്, പിന്നെ മുട്ട പൊരിച്ചത്, പിന്നെ സ്നാക്സ് ആയിട്ട് നേന്ത്രപ്പഴവും ചക്ക വറുത്തതും, പിന്നെ വെള്ളം. സ്പൂണും വേണം, എന്തായാലും സ്പൂൺ നിർബന്ധമാണ്. അപ്പോൾ അതൊരു ടവലിലാക്കിയിട്ട് നമുക്കൊന്ന് പൊതിഞ്ഞ് കൊടുക്കാം. അപ്പോൾ അവരത് നിവർത്തി വെച്ചിട്ടാണ് കഴിക്കുക. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ടവലിലേക്കല്ലേ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ തനുവിൻ്റെ ഇന്നത്തെ ഫുഡ് ഇവിടെ സ്കൂളിലേക്ക് കൊടുത്തേക്കാനായിട്ടുള്ള ഫുഡ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അതൊക്കെ ബാഗിൽ വെച്ചിട്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് അച്ചാച്ചൻ വരും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ തനുവിൻ്റെ ലഞ്ച് ബോക്സ് പാക്കിംഗ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.